ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പറയണതെന്ന് വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നല്ല, നമ്മുടെ ഹോം ടൂറിൻ്റെ ഭാഗമായ പല പല ടൂറുകളും നമ്മളിങ്ങനെ ചെയ്ത് വന്ന് അവസാനം ഇതാ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം റൂമിലാണ്. എൻ്റെയും രംഷേട്ടൻ്റെയും മാസ്റ്റർ ബെഡ്റൂം. എൻ്റെ രംഷേട്ടൻ്റെ റൂം അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സോ ഈ റൂമാണ് ഫുള്ളായിട്ട് കാണിക്കാൻ എപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോഴും, എൻ്റെ കുറേ വീഡിയോസ് നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാവും. എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും എല്ലാവരും പറയും, ചേച്ചി ഇതൊന്ന് ഫുള്ളായിട്ട് കാണിക്കൂ, ഇതിൻ്റെ ആ ഭാഗം കാണിക്കൂ, ഈ ഭാഗം കാണിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. സോ ഇന്ന് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ടൂർ ആയാലോ? അതിൻ്റെ ടൂർ എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉപകാരമാകുന്ന സാധനങ്ങൾ ആണ് നമ്മൾ കൂടുതലായിട്ട് കാണിക്കാൻ പോണത് കേട്ടോ. സോ തുടങ്ങാം അല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ലാവൻഡർ പ്ലസ് വൈറ്റ് ആണ്. അതിൽ മെയിൻ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് വൈറ്റ് തന്നെ ആവണം എന്നുണ്ടായിരുന്നു, എന്നാൽ പേർപ്പിൾ ആവരുത്, ഒരു ലാവൻഡർ ഷെയ്ഡ് കിട്ടണം എന്നുള്ളത് ആദ്യം മുതലേ നമ്മൾ ഈ വീട് ഇൻറ്റീരിയർ ചെയ്യുന്നത് മുതലേ ഒരു റൂം അങ്ങനെ വേണം, അത് നമ്മുടെ റൂം അങ്ങനെ വേണം എന്നുള്ളത്. കാരണം ലാവൻഡർ എപ്പോഴും ഫ്രഷ്നെസ് അല്ലേ, ഏത് സമയത്തും ഒരു മോർണിംഗ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്, രാത്രി 12 മണിയായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെ തന്നെ അങ്ങോട്ട് തുടങ്ങാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഫെയറി വേൾഡ്, ഒരു വണ്ടർലാൻഡ്സിലെ പറഞ്ഞ പോലെ ഒരു ഫെയറി വേൾഡിലെ പോലെ ഫീൽ ചെയ്യണം, എന്നാൽ അതൊരു നമ്മൾ കിടക്കുന്ന സ്വസ്ഥമായ വീട് എന്നുള്ള രീതിയിലും ആവണം, ഒരു ഹോംലി ഫീൽ കിട്ടണം എന്നുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ബെഡിൻ്റെ ഭാഗത്തായിട്ട് ഒരു പാനലിങ്, അത് നമ്മൾ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ആ ഒരു തീം, വൈറ്റ് തീമിൽ ഹെഡ് ബോർഡ് പിന്നെ എന്തായാലും വേണം, നമുക്ക് ഇരുന്ന് വായിക്കണമെങ്കിലോ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലോ ഒക്കെ. അപ്പോൾ നമുക്ക് ഈ ഹെഡ് ബോർഡ് ആവശ്യമാണ്. അപ്പോൾ ഈ പാനലിങ് ചെയ്തു. ഇവിടെ ഒരു ചെറിയ, ഇവിടെ എന്തായാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഒന്നും ഇല്ലല്ലോ, ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊരു വാൾപേപ്പർ പ്ലസ് ഇവിടെ ഒരു ലൈറ്റും അറേഞ്ച്മെന്റ്സ് ഒക്കെ തന്നു. ഇതിന്റെ മേലേക്ക് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള പാനലിങ്ങും കാര്യങ്ങളും. ശേഷം മാച്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്ഷീറ്റും നമ്മൾ ഓൺലൈനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ, കിങ് സൈസ്. അപ്പോൾ അത് ഭാഗ്യത്തിന് നമുക്ക് ഓൺലൈനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡ് ടേബിൾ, അത് നമുക്ക് എന്തായാലും അത്യാവശ്യം നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ, മൊബൈൽ ആയാലും ക്ലോക്ക് ആയാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡ്രോവേഴ്സിൽ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലും വളരെ വളരെ അത്യാവശ്യമാണ്. അതേപോലെ ഇതൊരു കേർവ് ഷേപ്പിൽ അവരിങ്ങനെ കൊടുത്താൽ നന്നാവും എന്ന് പറഞ്ഞു കേട്ടോ. ഹെഡ് ബോർഡ് അതിൻ്റെ കൂടെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ അത് ചെയ്യാമെന്ന് പറഞ്ഞു. മേലായിട്ട് ഒരു ചെറിയ ലൈറ്റ് പോലെ വെക്കാമെന്നും അതൊക്കെ അവരുടെ ഐഡിയാസ് ആണ്. പക്ഷെ ബാക്കി തീം മൊത്തം എങ്ങനെ വേണം എന്നുള്ളത് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മെയിനായിട്ട് എനിക്ക് വാർഡ്രോബായിരുന്നു. വാർഡ്രോബ് എനിക്ക് വൈറ്റ് കളറ്, എന്തായാലും വൈറ്റ് കളർ. അപ്പോൾ ആദ്യം വിചാരിച്ചു ചളി പിടിക്കും, ശരിയാണ്, നമ്മൾ കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഗ്ലോസി വേണ്ടാന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ സ്ലൈഡ് ഡോറും വേണ്ട. പണ്ടത്തെ നമ്മുടെ വാതിലില്ലേ, പണ്ടത്തെ വാർഡ്രോബില്ലേ, അതായത് ഇങ്ങനെ തുറക്കുന്ന ടൈപ്പ്, ഒരു പഴയ ലുക്ക് തോന്നിക്കുന്ന ഒരു വാർഡ്രോബ്. അത് വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടും തോന്നി. വൈറ്റ് ആണ് ലാവൻഡറിൻ്റെ കൂടെ ഏറ്റവും ഭംഗിയായിട്ട് വരാൻ തോന്നി. മാറ്റ് ഫിനിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ടൈൽസ് ഒക്കെ നമ്മുടെ ബിൽഡർ, നമ്മുടെ ഫുള്ള് നമുക്ക് ഓൾറെഡി ബിൽഡിംഗ് നമ്മുടെ ഫ്ലാറ്റ് കിട്ടുമ്പോൾ തന്നെ ടൈൽസ് ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹാളിലെയും മെയിൻ റൂമിലെയും മാത്രമാണ് ടൈൽസ് മാറ്റിയിട്ടുള്ളത്. ബാക്കി ഇതാ ഈ 2 റൂമിലും, മിത്തുകുട്ട റൂമിലെയും ഈ റൂമിലെയും ടൈൽസ് വൈറ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു തീമിന് വൈറ്റ് മാച്ച് ആയിട്ട് ഇവിടെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേസിൽ വെറുതെ ടൈൽസ് മാറ്റണ്ടല്ലോ വിചാരിച്ചു. ഇത് വൈറ്റിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ഹാൻഡിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ട് തോന്നി. കാരണം മൊത്തത്തിൽ അവർ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ലോഫ്റ്റും ഉണ്ട്. ലോഫ്റ്റ് നമുക്ക് എന്തായാലും ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലാണ് വാർഡ്രോബ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. പറഞ്ഞ പോലെ മെയിൻ്റനൻസ് എന്തായാലും നമുക്ക് ഉണ്ടാവും. പൊടി തുടക്കിയ പരിപാടികളൊക്കെ കുറച്ചൊക്കെ വേണ്ടി വരും. എന്നാലും അതിപ്പോൾ ഏത് കളറായാലും നമുക്ക് പൊടി തുടയ്ക്കണമല്ലോ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ കുറേ പേര്, നമുക്ക് ഷോർട്സിലായാലും കുറേ പേര് നമ്മളടുത്ത് പറഞ്ഞ കാര്യം, അവർ കുറേ പേര് വീട് പുതിയതായിട്ട് കയറ്റുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടി, ഒരുപാട് താങ്ക്സ് പറഞ്ഞ ഇൻസ്റ്റയിലൊക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ടൂർ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ സ്ഥലം ഇങ്ങനെ കാണിക്കണേക്കാളും എനിക്ക് പേഴ്സണലി അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആവുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സന്തോഷം. അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വാർഡ്രോബൊക്കെ ഞാൻ എല്ലാ റൂമിലെയും പോലെ തന്നെ എല്ലാ സ്പേസും മാക്സിമം സ്പേസാണ് നമുക്ക്, വാർഡ്രോബാണ് നമുക്ക് മെയിൻ. അതുകൊണ്ട് ചെറിയ വാർഡ്രോബ് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് ഇതിലൊരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ രംഷേട്ടന് കൊടുത്തു, പാവമല്ലേ, ഏതെങ്കിലും ഒരു ഏരിയ വേണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇവിടെ നമ്മൾ മെൻസിനായിട്ട് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം മേലെ രംഷേട്ടൻ്റെ ഇങ്ങനെ സ്യൂട്ടിൻ്റെ കവറുകളും അതൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്പേസ്. പിന്നെ മെയിനായിട്ട് ഓഫീസിലേക്കാണല്ലോ രംഷേട്ടന് ഡെയിലി ഓഫീസിൽ പോകുന്ന കാരണം അതിനാണ് മെയിനായിട്ട് കാര്യങ്ങൾ വേണ്ടത്. സോ ബ്ലേസേഴ്സും സ്യൂട്ട്സൊക്കെ വെക്കാനുള്ള ഇങ്ങനൊരു സെക്ഷൻ ഉണ്ടാക്കി.
അതുപോലെ കുറേ ഓർഗനൈസേഴ്സ് ഇതൊക്കെ ഞാനിപ്പോൾ ഇപ്രാവശ്യം വാങ്ങിച്ച ഓർഗനൈസേഴ്സ് കേട്ടോ. ഈ ടൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി വെക്കാൻ, ടൈയും കാര്യങ്ങളും ഹാങ്കി കുറേ സാധനങ്ങൾ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാനിങ്ങനെ ഭംഗിയിൽ വെക്കാൻ വേണ്ടിയിട്ട് കുട്ടി ഓർഗനൈസേഴ്സ് വാങ്ങി. ഞാൻ ഇതുണ്ടോ, ഇതിലിപ്പോൾ പാൻറ്റൊക്കെ തിരുമ്പിട്ടിരിക്കുകയാണ്. ഒരു 5 പാൻറ്റ് വരെ നമുക്ക് തൂക്കാവുന്ന, ഞാൻ അന്നത്തെ ഹോൾഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ പാൻറ്റും ഇതൊക്കെ തൂക്കാൻ പറ്റിയിട്ടുള്ള ആ സംഭവം അടിപൊളിയായിട്ട്. പിന്നെ മെയിനായിട്ട് ഷർട്ട്സിനും ടീഷർട്ട്സിനും ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ഷെൽഫാണ് കൊടുത്തില്ല. രംഷേട്ടിൻ്റെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഷെൽഫ് കണ്ടോ, ഇങ്ങനത്തെ നോർമൽ ഡ്രോവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഫയല് ഇവർക്ക് നമ്മളെപ്പോലെ കമ്മൽ മാല ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ രംഷേട്ടൻ പറഞ്ഞു എൻ്റെ സെക്ഷനിൽ എനിക്ക് 2 ഡ്രോവേഴ്സാണ് വേണ്ടത്, അതും ലോക്ക് ചെയ്യാൻ പറ്റുന്നതും, അതേപോലെ തന്നെ കൂടുതൽ ഇങ്ങനെ അവരുടെ ഫയൽസും എന്തെങ്കിലും ഇങ്ങനെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഓഫീസിലെ കാര്യങ്ങളായാലും. അപ്പോൾ അതിനുള്ള ഡ്രോവേഴ്സാണ് രംഷേട്ടൻ്റെ ഈ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓഫീസ് വെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ അയൺ ചെയ്യാൻ കൊടുക്കുക ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ചക്കുള്ളത് അയൺ ചെയ്യാൻ കൊടുക്കും. ഗ്ലാസ് ഉള്ള കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ടൈപ്പ് ഡ്രോവേഴ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ടീഷർട്ട് ആയാലും. കാരണം എത്ര നമ്മൾ അയൺ ചെയ്ത് എത്ര കഴുകി അയൺ ചെയ്ത് വെച്ചാലും അതിങ്ങനെ ഒരു 15-20 ദിവസത്തെ ഷർട്ടൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അതിലൊരു പൊടി പോലെ ഫീൽ ചെയ്യും. ഇങ്ങനെ ദിവസങ്ങളോളം വെക്കണതല്ല, അപ്പോൾ ഡെയിലി ഇങ്ങനെ മാറണം. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കവർ ചെയ്തിരുന്നോളൂല്ലോ, നല്ല പൊടിയൊന്നും കയറാതെ കവർ ചെയ്തിരുന്നോളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗ്ലാസിൻ്റെ ഒരു ഷെൽഫ് പോലെ വെച്ചത്. പിന്നെ താഴത്തെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ഞാൻ മുന്നേ വാങ്ങിയിട്ടുള്ള എൻ്റെ കയ്യിലുള്ള ഓർഗനൈസറാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ. എത്ര വർഷമായി, ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഈ സാധനങ്ങൾ വാങ്ങിയിട്ട്. ഇതിലാണ് ഞാൻ ടീഷർട്ടും ഷർട്ട്സും ഫോർമൽ വീട്ടിലിടുന്നതും കാഷ്വൽ സാധനങ്ങളൊക്കെ മടക്കി ഇങ്ങനെ വെച്ച കണ്ടോ, നീറ്റായിട്ടിരിക്കും. എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും അങ്ങനെ ഡ്രസ്സ് തോന്നില്ല, നല്ല ഒതുങ്ങിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അത് ഓഫ് കോഴ്സ് ഈ ഒരു ഓർഗനൈസറിൻ്റെ മാത്രം ഗുണമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സെക്ഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ രണ്ട് സെക്ഷനേ ഉള്ളൂ. ഇത് പിന്നെ ഞങ്ങളുടെ 2 പേരുടെയും കൂടെ മിക്സ് ആയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ. ഇതാണ് ഓഫീസ് പാൻറ്റുകളും ബാക്കി ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇൻറ്റീരിയേഴ്സ് ഇവർ ചെയ്ത് തന്നതാണ്. രംഷേട്ടിൻ്റെ ജീൻസും പാൻറ്റും ഇതിനായിരുന്നു ഏറ്റവും കൂടുതൽ സ്ഥലം പോയിരുന്നത്. പിന്നെ ഇത് മടക്കി വെച്ചിട്ട് ഓഫീസിലേക്ക് അയേൺ ചെയ്ത പാൻറ്റാണെങ്കിലും ഇട്ട് പോകുമ്പോൾ ഇത് മടക്കി വെച്ചിട്ട് ഇവിടെ ചുളിവ് വീഴും. അപ്പോൾ ഇങ്ങനത്തെ ഹാങ്ങേഴ്സ് ആകുമ്പോൾ ഇത് ശരിക്കും വാർഡ്രോബ് സ്പേസ് ഇല്ലാത്തവരാണെങ്കിൽ, അതായത് അത്ര സ്പേസ് ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആണോ ചോദിച്ചാൽ അല്ലാന്നേ പറയുള്ളൂ. കാരണം ഇതിന് ഒരുപാട് സ്പേസ് പോലെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എത്രയോ ഡ്രോവേഴ്സ് പോലെ ഉണ്ടാക്കാം. പക്ഷേ എനിക്കിത് പെർട്ടിക്കുലർ ഇത് വേണം എന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഓൾറെഡി ഇഷ്ടംപോലെ സ്പേസ് ഉള്ളത് കൊണ്ട്, ഓരോരുത്തർക്കും ഓരോ വാർഡ്രോബിൻ്റെ ഇത് ഉള്ളതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ല. ഇത് ഓൺലൈനിൽ ഈ സാധനം ഫിക്സ് ചെയ്യാനുള്ളത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്പേസ് അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുകൊണ്ട് ഇതിൽ രംഷേട്ടിൻ്റെ എല്ലാ ഫുൾ പാൻറ്റും ജീൻസും കാര്യങ്ങളൊക്കെ പോകും. 20 എണ്ണമാണ്. താഴത്തെ സ്പേസ് ഫുള്ള് ഞാൻ എൻ്റെ ഇങ്ങനെ ടേബിൾ മാറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അത്യാവശ്യം കച്ചറ എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിരികെ വെക്കാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ വെക്കാനുള്ള സ്ഥലമായിട്ടാണ് ഇതിൻ്റെ താഴെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം എൻ്റെ സെക്ഷനാണ്. അതിൽ വേറെ ഒന്നുമല്ല, നൈറ്റ് ഡ്രസ്സ്, വീട്ടിലിടുന്ന ഡ്രസ്സിൽ അത്യാവശ്യം. കാരണം മാസ്റ്റർ ബെഡ്റൂമിലല്ലേ നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് റൂമിൽ നമ്മുടെ എൻ്റെ ഫുൾ ഡ്രസ്സ് കൊണ്ടുവയ്ക്കുക എന്നുള്ളത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഡെയിലി വെയർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളും അങ്ങനത്തെ ഞാൻ കൊളാബറേഷൻ അല്ലാത്ത ഡ്രസ്സുകളൊക്കെ ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ പിന്നെ അണ്ടർ ഗാർമെൻസിനാണെങ്കിലും അതൊക്കെ ഞാൻ ഓർഗനൈസർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടാവും. നമുക്കിങ്ങനെ സെപ്പറേറ്റ് സെക്ഷനാക്കി അണ്ടർ ഗാർമെൻസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഓർഗനൈസേഴ്സ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും പറ്റണ പോലെ ടാഗ് ചെയ്യാം കേട്ടോ. ഇത് ഇവിടെ നമ്മൾ മാക്സിമം എന്താ പറയുക ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കാൻ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ സെക്ഷനായിട്ട് വെക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഷോർട്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് രംഷേട്ടൻ്റെ 2 സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഷെൽഫാണെങ്കിൽ ഡ്രോവേഴ്സ് ആണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞത് എനിക്ക് ജ്വല്ലറിക്ക് ഉള്ള ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ജ്വല്ലറി മാത്രമല്ല, വാച്ച് ആയാലും കണ്ണട ആയാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം എന്നുള്ളത്. ഇപ്പോൾ രംഷേട്ടൻ്റെ കണ്ണടയൊക്കെ വെക്കാം, പക്ഷേ വേറെ സ്ഥലത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതായത് ആ സ്ഥലത്ത് 2 ഡ്രോവേഴ്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ ഇതുപോലെ 2 ആക്സസറീസിൻ്റെ സെറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ എനിക്ക് ഈ ഒരു ക്രേസ് ഉള്ള കാരണം എനിക്ക് ഏറ്റവും ഉപകാരമായി തോന്നിയത് ഇതാണ് കേട്ടോ. കാരണം ഞാൻ ഇതിന് മുന്നേ വീട്ടിൽ വെച്ചിരുന്നതൊക്കെ എങ്ങനെയാ വെച്ചാൽ മാലയായാലൊക്കെ പെട്ടിയിൽ, കമ്മലുകൾ പെട്ടിയിൽ. അപ്പോൾ ഇത്രയും പെട്ടികൾ എനിക്കിതിൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ഓരോ പെട്ടിയിലാക്കി വെച്ച്. പക്ഷെ അപ്പോഴും തുറക്കുമ്പോൾ ധൃതിയിൽ പിടിച്ചുകൊണ്ട് ഓരോ പെട്ടിയും തുറക്കേണ്ടതില്ല. ഏത് കമ്മലാണ് ഏത് പെട്ടിയിലാണെന്ന് സത്യം പറഞ്ഞ ആ സമയത്ത് നമുക്കറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു,
എല്ലാ ഹെവി കമ്മലുകൾ പാർട്ടി വെയർ എല്ലാം താഴെ വെച്ചു. അപ്പോൾ എനിക്ക് ഓരോ കമ്മലിനും ഡ്രസ്സിനും മാച്ച് ചെയ്ത് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് സെപ്പറേറ്റ് എടുക്കാൻ കിട്ടും. ഇത് നമ്മുടെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് ചെയ്ത് തന്ന കണ്ടോ, ഇങ്ങനെ എടുക്കാൻ കിട്ടും. ഇത് നമുക്ക് ഇൻറ്റീരിയേഴ്സ് ചെയ്ത് തന്നതാണ് അവർ, പക്ഷേ ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാം. അതല്ല ആരെങ്കിലും അങ്ങനെ വാർഡ്രോബിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ ഒരു സൈഡ് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രോവേഴ്സ് വേണം കേട്ടോ. നമ്മുടെ ഫയലും സർട്ടിഫിക്കറ്റും ഒക്കെ വെക്കാൻ അത് അത്യാവശ്യം. എല്ലാത്തിലും നമുക്ക് ഇങ്ങനെ പറ്റില്ല. അപ്പം നമ്മൾ ആ സെക്ഷനിൽ അത് വെച്ചുകൊണ്ട് ഈ സെക്ഷനിൽ എനിക്ക് എൻ്റെ സാധനങ്ങൾ വെക്കാലോ എന്ന് തോന്നി. പിന്നെ മേലെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ എന്താ പറയുക ഡാൻസിൻ്റെ സാധനങ്ങളൊക്കെയാണ്. ഡാൻസ്, പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന മുണ്ട്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ എല്ലാ റൂമിലും നമ്മൾ കൊടുത്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ യൂസ്ഡ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. യൂസ്ഡ് ക്ലോത്ത് ഇല്ലാത്തൊരു പരിപാടി നമുക്കില്ല, അത് അറിയില്ല. അത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ, നല്ലൊരു ഐഡിയ ആണ്, ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി നമ്മളിത് ചെയ്യുന്ന. അപ്പം നമ്മുടെ വാർഡ്രോബിൻ്റെ ഈ ഒരു സ്പേസ് കണ്ടോ, ഇത് വെറുതെ കിടക്കുകയാണ്. അപ്പം ഇത് യൂസ്ഡ് ക്ലോത്ത് ആക്കാം. അത് നമ്മൾ എല്ലാ റൂമിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ചെയ്യണതാണ്. നമ്മൾ അഴിച്ചിടുന്ന ഡ്രസ്സ് ജസ്റ്റ് നമ്മൾ ഈ ഡോറിൻ്റെ പിന്നിൽ ഹാങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഡോറിൻ്റെ പിന്നിൽ ഹാങ് ചെയ്തിട്ട് അവിടെ വൃത്തിയേടാക്കുന്നതിന് പകരം നമ്മളിങ്ങനെ അടച്ചു വെക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലാതെ തിരുമ്പാനുള്ള ഡ്രസ്സല്ല കേട്ടോ യൂസ്ഡ് ക്ലോത്തിൻ്റെ ഉള്ളിൽ എന്നും ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ സ്മെല്ലെടുക്കുന്ന അങ്ങനത്തെ ഡ്രസ്സല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നും ഇടില്ലേ ഇതിൻ്റെ മേലെ, ഹാങ്ങറിൻ്റെ മേലെ, ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് യൂസ്ഡ് ക്ലോത്ത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ജീൻസ് പോലുള്ള ഡ്രസ്സുകൾക്കൊക്കെ. പിന്നെ ഇതിൻ്റെ മേലെ എന്ന് പറയുന്നത് ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറേജ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇവിടെയാണ് രംഷേട്ടൻ്റെ വാച്ചും എൻ്റെ ഡ്രയറും സ്ട്രെയിറ്റ്നറിൻ്റെ സംഭവങ്ങളും പിന്നെ വേറെയും കുറേ മാല, കമ്മൽ, വള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ യൂസ്ഡ് ക്ലോത്ത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ പിന്നെയും ഒരു ഡ്രസ്സിങ് സ്റ്റോറേജ് പോലെ, അത് 3 റൂമിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അടുത്തത് ഈ ഒരു സ്പേസ്. എനിക്കിവിടെ ആക്ച്വലി നമുക്ക് ഡ്രസ്സിങ് ടേബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ്, കാരണം മിത്തുകുട്ടിക്ക് എന്തായാലും ഡ്രസ്സിങ് ടേബിൾ വേണം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇരുന്നൊരു ഡ്രസ്സിങ് ടേബിളായിട്ട് വേണ്ട, പക്ഷേ എൻ്റെ എല്ലാ ഡ്രസ്സിങ് സംഭവങ്ങളും ഉൾക്കൊള്ളുന്ന, അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഫുൾ മിറർ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഫുൾ മിറർ കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു പുൾ ഔട്ട് പോലെ ഉണ്ടാക്കി. ഇതാകുമ്പോൾ സ്പേസ് ഭയങ്കരമായിട്ട് ലാഭിക്കാൻ പറ്റും. അതായത് വാർഡ്രോബിൻ്റെ ഒരു ചെറിയ കഷ്ണം തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഒരു ഫുൾ ഡ്രസ്സിങ് ടേബിളിനായിട്ടൊരു സ്പേസ് നമ്മൾ കളഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാം നമുക്ക് വെക്കാൻ, എൻ്റെ എല്ലാ സംഭവങ്ങളും കോസ്മെറ്റിക് സാധനങ്ങളും പെർഫ്യൂംസ് ആണെങ്കിലും രംഷേട്ടൻ്റെ എൻ്റെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റി. പിന്നെ ഇത് ഞാൻ അത്യാവശ്യം ഉപയോഗിക്കുന്ന കമ്മലുകൾ, ഇത് ഞാൻ പണ്ട് വാങ്ങിച്ച സ്റ്റാൻഡ്, അപ്പോൾ അതെനിക്ക് കളയാൻ തോന്നിയില്ല. അതായത് പെട്ടെന്ന് തുറക്കുമ്പോൾ കണ്ണിൽ കണ്ട കമ്മലുകൾ എടുത്തിടണം എന്നുണ്ടെങ്കിൽ നല്ലതല്ല. അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ കൊള്ളുന്നുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, പിന്നെ നമ്മുടെ കോസ്മെറ്റിക് ഐറ്റംസ്, നമ്മുടെ മുഖത്ത് തേക്കുന്ന സാധനങ്ങൾ, പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെ ഞാൻ സെക്ഷൻ വൈസ് ആക്കിയൊക്കെയാണ്. ഇതിൽ ഡ്രസ്സൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പുൾ ഔട്ട് യൂണിറ്റ് പോലെ ഇത്രയും തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് മിററിൽ കാണുകയും ചെയ്യാം. അപ്പോൾ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ മിറർ വെക്കാം, പക്ഷെ എനിക്കതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ വെക്കണ്ട, ഇവിടെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഹാഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം കാണും എടുക്കും ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു മിറർ ഇങ്ങനെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലൊരു സംഭവമുണ്ട്. അത് നമുക്ക് പിന്നെ കാണിക്കാം. അതിന് മുന്നേ നമുക്ക് വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലാവൻഡർ കളർ. ഇതൊരു 3-4 പ്രാവശ്യം പെയിൻറ്റ് മാറ്റി അടിച്ചു. ആദ്യത്തെ പ്രാവശ്യം പക്ക പർപ്പിൾ കളറായിരുന്നു. പിന്നെ കുറച്ച് പിന്നെ കറക്റ്റ് 3-ാമത്തെ പ്രാവശ്യമായപ്പോൾ അവർ ശരിക്കും വലങ്ങി പോയി. 3-ാമത്തെ പ്രാവശ്യം ഷെയ്ഡ് അടിച്ചപ്പോഴാണ് ഈ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് വിചാരിച്ച ലാവൻഡർ ഷെയ്ഡ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ഡിസൈനായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ഒരു ഭംഗിയിലൊരു ഡിസൈൻ. അപ്പോൾ ഈ ഒരു സെക്ഷനിലായിരുന്നു നമ്മൾ ആദ്യം ഡ്രസ്സിംഗ് ടേബിൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ വെച്ച് സ്ഥലം കളയേണ്ട, അവിടെ ഓൾറെഡി അതൊരു അടിപൊളിയായിട്ട് സംഭവമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ അത്രയും സ്പേസ് മതി എന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഏറ്റവും ആവശ്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു അയേൺ ടേബിൾ ആണ് കേട്ടോ. ഇത് വെറുതെ വെച്ചതാണ് ഈ കലണ്ടർ, മനോരമ മാതൃഭൂമി കലണ്ടർ. അതിൻ്റെ പൊസിഷൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് അയേൺ ടേബിൾ വളരെ അത്യാവശ്യമാണ്. അത് മുന്നേ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐക്യന്നൊക്കെ കിട്ടും, ഇങ്ങനെ കുട്ടി കട്ടിൻ്റെ മേലൊക്കെ വെച്ച് ചെയ്യാവുന്ന അയേൺ ടേബിൾ അങ്ങനെ കിട്ടും. പക്ഷെ ഒരു പെർമനൻ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ നോർമൽ ആ വലിയ അയൺ ബോർഡ് പോലെ അങ്ങനെ സ്ഥലം മുടക്കിയിട്ട് അവിടെ കിടക്കണ്ട, ഇത് ചുമരിനോട് ഒട്ടിച്ച് കിടക്കുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു അയൺ ടേബിൾ ആയിട്ട് എടുത്തത്. അയൺ ടേബിൾ മാത്രമല്ല, ഇത് ഒരു വർക്കിംഗ് സ്റ്റേഷൻ എന്നുള്ള രീതിയിലും കൂടിയാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ മാത്രമാണ് ഒരു വർക്കിംഗ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ
നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് ഒരുമിച്ച് വർക്ക് ഫ്രം ഹോമിൻ്റെ അങ്ങനത്തെ വർക്കിംഗ് സംഭവങ്ങൾ വരുമ്പോൾ ഒരാൾക്ക് ഇവിടെ ഇരിക്കാം എന്നുള്ള രീതിയിലാണ് രണ്ടും കൂടെ കൂട്ടിയിട്ട് വർക്കിംഗ് ആയിട്ടും മെയിനായിട്ട് അയൺ ടേബിൾ ആണ്. അപ്പോൾ ഇതൊരു ഡിസൈനിൽ തന്നെ ഉണ്ടാക്കി തന്നു. കാരണം അയൺ ടേബിളായിട്ട് ഇതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു റൂമിൻ്റെ ഭംഗി കളയില്ല. അപ്പോൾ അത് വേണ്ട, വൈറ്റിൽ തന്നെ ചെയ്തിട്ട് ഇതിവിടെ ഒരു ഡിസൈനായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും, പക്ഷെ നമുക്ക് അയൺ ചെയ്യുകയും ചെയ്യാം. ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ പറഞ്ഞ ഓരോ കാര്യം അവർ ഭയങ്കര എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ നല്ലോണം അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്തു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പിന്നെ അടുത്തത് കേർട്ടൻ, ഒരു ഡാർക്കർ ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലോറൽ കേർട്ടൻസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം കുറച്ചും കൂടെ ലൈറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്ലോറൽ കേർട്ടൻ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവരാണ് പറഞ്ഞത് ബ്ലൈൻഡ് ഇടുന്നതിനേക്കാളും റൂം മൊത്തത്തിൽ ഒരു ലുക്ക്, നമ്മൾ ബ്ലൈൻഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൈൻഡ് നമുക്കും 3D കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു റൂമിൽ ആ ബ്ലൈൻഡ് വരുമ്പോൾ ആക്ച്വലി ആ ഒരു റൂമിൻ്റെ ഭംഗി പോകുന്ന പോലെ തോന്നി. ഇങ്ങനത്തെ ഫുൾ കേർട്ടൻസ് വരുമ്പോഴാണ് അതിന് മൊത്തമായിട്ടുള്ള ഒരു ഭംഗി ഫീല് തോന്നിയത്. അങ്ങനെയാണ് നമ്മൾ കേർട്ടൻസ് സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ എല്ലാം ഉണ്ടാക്കിച്ചാണ് ഇവിടെ തന്നെ ഇരുന്ന് എല്ലാം നമ്മൾ പറഞ്ഞത് എല്ലാം കാർപ്പൻട്രി വർക്കാണ്. കട്ടിലായാലും നമ്മുടെ ഇത് കിങ് സൈസ് നമ്മുടെ ഇതിന് ഇഷ്ടത്തിനനുസരിച്ച് അതേ ഒരു രീതിക്ക് അനുസരിച്ച് റൂമിൻ്റെ സ്പേസിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ സ്പേസിനനുസരിച്ച് നമുക്ക് കട്ടിലും കാര്യങ്ങളും ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ പാനലിങ്ങും ചെയ്തു. ഇവിടെ വേറെ സംഭവം കൂടി ഉണ്ട്. എന്താണെന്നല്ലേ, ഒരു ഹിഡൻ സ്പേസ് ഉണ്ട്. എന്തായാലും ഇതൊക്കെ പാനലിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഇനിയും കുറച്ചൊരു സ്റ്റോറേജ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവര് ഇതെല്ലാം ഇല്ല കേട്ടോ, ഈ ഒരു സ്ഥലമൊന്നുമില്ല, ഈ അവസാനത്തെ സ്പേസ് അവര് പിന്നെ സ്റ്റോറേജ് പോലെ ആക്കി തന്നു. എൻ്റെ കുട്ടി സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. നമുക്കാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടി സാധനങ്ങൾ എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട് വെക്കാൻ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്പേസ്. പക്ഷെ ഇത് മനസ്സിലാവൂല, ഈ ഒരു ഹിഡൻ സ്പേസ് മനസ്സിലാവൂല, ഈ പാനലിംഗ് പോലെ തന്നെ തോന്നും. പക്ഷെ അത്യാവശ്യം നമ്മുടെ കാരണം ഒരു ഫ്ലാറ്റിൽ സ്റ്റോറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമുക്ക് നാട്ടിലെ പോലെ നിറയെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോർ ചെയ്ത് വെക്കാനും താല്പര്യമില്ല പുറമേ കാണുന്ന രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹിഡൻ സംഭവങ്ങളാവാമെന്ന് വിചാരിച്ചു. കട്ടിൽ അതെ വൈറ്റ് കളറിൽ തന്നെയാണ്. ഇതും ആ റൂം പോലെ തന്നെ പകുതി നമുക്കിങ്ങനെ ഹൈഡ്രോളിക് പോലെയും ബാക്കി നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന പോലെ. ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ എൻ്റെ സാരി, ബ്ലൗസ്, പാവാട ഈ വക സാധനങ്ങളൊക്കെ. മുന്നത്തെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ എല്ലാതും വാർഡ്രോബിൽ കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സ്പേസ് എനിക്ക് കിട്ടിയതുകൊണ്ട് എൻ്റെ സാരീസും അതൊക്കെ ഞാൻ സാരി കവേഴ്സ് വാങ്ങി, ബ്ലൗസിൻ്റെ കവർ വാങ്ങിച്ചു, പാവാട, അണ്ടർ സ്കേർട്ട് കാര്യങ്ങൾ ഇതൊക്കെ ഞാനിങ്ങനെ കൊള്ളിച്ചുകൊണ്ട് എൻ്റെ എല്ലാ കാരണം അതൊക്കെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതല്ലേ. മറ്റേ റൂമിലാണ് നമ്മൾ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ഹാഫ് നമ്മൾ ഹൈഡ്രോളിക് ആയിട്ട് ചെയ്തു. മേലെ നമ്മുടെ പെട്ടികൾ, സ്യൂട്ട് കേസ് സാധനങ്ങൾ, അതിന് ലോഫ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ല എക്സ്ട്രാ പില്ലോസോ അല്ലെങ്കിൽ എക്സ്ട്രാ ബെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കില്ല. അപ്പോൾ പകുതി നമ്മളിങ്ങനെ മേലെ പൊന്തിച്ച് ഇങ്ങനെ ഫുള്ളായിട്ടുള്ള ഹൈഡ്രോളിക്കും ബാക്കി പകുതി ഇങ്ങനെ വലിച്ചിട്ട് ഉള്ളതുമാണ്. എല്ലാ ബെഡ്റൂമിലും നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ അടുത്ത് കാർപ്പൻറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതുപോലെ അവർ ചെയ്തു തന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി. പിന്നെ മേലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടും ഫുള്ള് നമ്മൾ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മിററും ഈ ഒരു ഡ്രസ്സിങ്ങും. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ മിറർ വെക്കാതെ ഇവിടെ വെച്ചതെന്ന് വെച്ചാൽ ഇതൊരു ഹിഡൻ ബാത്റൂമായിട്ട്, ഇവിടെ ഒരു ബാത്റൂം വേണ്ട എന്നുള്ള രീതിയിൽ ഹിഡൻ സംഭവമായിട്ട് വെച്ചു. ഹിഡൻ ബാത്റൂമായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടല്ല, നമുക്ക് പേർപ്പസും അതാണ്. എന്നാൽ ആ ഒരു വാതിലിൻ്റെ അവിടെ കാണും വേണ്ട, മിററിൻ്റെ ഒരു ഭംഗി കാണാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂം. നിങ്ങൾ മുന്നേ സ്റ്റുഡിയോ റൂം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, സെയിം ബാത്റൂം ഇത് തന്നെയാണ്. ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ, അതായത് ബാക്കി ഇതൊക്കെ ബിൽഡർ സെറ്റ് ചെയ്ത് തന്നു. ഇങ്ങനത്തെ ആക്സസറി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഇതിൻ്റെയൊക്കെ ഇങ്ങനെ തപ്പി നോക്കാം പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇത് ഇൻസ്റ്റാഗ്രാം ഇതൊന്ന് വാങ്ങിയതാ തോന്നുന്നു. പിന്നെ ഓൺലൈൻ ബാക്കിയുള്ള സംഭവങ്ങൾ, ടൂത്ത് ബ്രഷ് ഹോൾഡർ, ഹാൻഡ് വാഷിൻ്റെ ഈ ഹോൾഡറും സംഭവങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇത് പിന്നെ നമ്മൾ പോയി വാങ്ങിയതാണ്. മിററും സാധനങ്ങളൊക്കെ നമ്മൾ ഓരോന്നും പോയി വാങ്ങിയതാണ്. ബാക്കി ബാത്റൂമിലുള്ള ഈ ആക്സസറീസ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടോ. കാരണം അത് പോയി നോക്കിയപ്പോൾ അത്ര നമുക്ക് ഓൺലൈനിലുള്ള അത്ര ഒരു വെറൈറ്റി സാധനങ്ങളൊന്നും പോയി നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയില്ല. ഇത് ഞാൻ മുന്നത്തെ ഇതിലും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റേ ബാത്റൂമിലും ഷവർ കാഡി, ഇതിൻ്റെ ഭയങ്കര മോസ്റ്റ് ഫേവറേറ്റ് സംഭവമാണ്. ഇതിൽ വെള്ളമൊന്നും ആവില്ല. ഇതിലാകുമ്പോൾ കുത്തി നിറച്ച് നമുക്ക് എല്ലാം വയ്ക്കാം. ഓയിലും ഒരു ഇതിലേക്ക് വേണ്ട എന്തൊക്കെ ഉണ്ട്, ഒരു റാക്കിലേക്ക് വേണ്ട എന്തൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മുടെ ഈ ഷവർ കാഡിയിൽ
നമുക്ക് കൊള്ളൂട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ സോപ്പിന് പകരം, സോപ്പ് ഇതിന് ചുമരിൻ്റെ മുകളിലൊക്കെ ആയ വൃത്തികേടാവുന്നതിനേക്കാളും നല്ലത് ഇത് കുറച്ച് ഇങ്ങനെ ഹാൻഡ് വാഷ് പോലെ നമുക്ക് സോപ്പ് ലിക്വിഡ് ഡിസ്പെൻസർ പോലെ സംഭവം അടിപൊളിയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ഡ്രൈ ഏരിയ ഉണ്ട്. എല്ലാ റൂമിലും ഞാൻ പറഞ്ഞില്ല, എല്ലാ റൂമിലും ഡ്രൈ ഏരിയ ഉണ്ട്. ഓരോ റൂമിലും ഓരോ പോലെയാണ് പർപ്പസാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ കോമൺ ഇതിലാണ് നമ്മൾ ഡ്രയറും അതേപോലെ തന്നെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഡ്രൈ ഏരിയ നമ്മൾ സ്റ്റോറേജ് പർപ്പസിന് തന്നെയാണ് യൂസ് ചെയ്തത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹാർപിക് ലൈസോൾ, നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള സാധനം, ചൂല്, അതുപോലെ തന്നെ ക്ലീനർ, ഇതൊക്കെ നമ്മൾ ഉള്ളിൽ വെക്കേണ്ടല്ലോ. അപ്പം എല്ലാം പുറത്താണ്. അപ്പം ഈ ഡ്രൈ ഏരിയ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട്, പിന്നെ ഇതുപോലെ 2-3 ഡ്രോവേഴ്സ്, അതുപോലെ നമ്മുടെ എക്സ്ട്രാ ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ എക്സ്ട്രാ ടവൽസ്, പിന്നെ ഇത് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, പിന്നെ പേപ്പർ, ഹാൻഡ് വാഷ്, അറിയാലോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ എക്സ്ട്രാ സാധനങ്ങളുണ്ടാവും അത് മുഴുവൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അങ്ങനെ അത്യാവശ്യം ക്ലോത്ത്സും വെക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. ഒരു റാക്ക് പോലെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ചൂല്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ എല്ലാവിധ സാമഗ്രികളും ഈ സൈഡിലാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മളെ കഴുകാനുള്ള തുണി, തിരുമ്പാനുള്ള തുണി. മറ്റേ ബാത്റൂമിൽ എങ്ങനെ വെച്ചാൽ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലിടും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ഒരു കൊട്ട വെച്ചിരിക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കഴുകാനുള്ള തുണികൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കൊട്ട വെച്ചിട്ടുള്ളത്. അത് കൊട്ടയുടെ ആവശ്യമില്ല ആക്ച്വലി, നേരിട്ട് അങ്ങനെ ഇടാം. പക്ഷെ അതാകുമ്പോൾ എടുത്ത് അവിടെ കഴുകാൻ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് അടച്ചാൽ മതി. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ ഒരു സംഭവം. കാരണം നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ, നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ, ഇപ്പോൾ ഇന്നാണ് നമ്മൾ കുളിപ്പിച്ച, നാളെ നമ്മൾ ഡ്രസ്സ് കഴുകുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് വാഷിംഗ് മെഷീനിൽ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയി ഇടുമ്പോഴേക്കും ആ സ്മെല്ല് അങ്ങനെ നിൽക്കില്ല. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇടാന്ന് വെച്ചാൽ ഇത് എന്തായാലും സ്പേസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കതൊരു നല്ല കാര്യങ്ങളായിട്ട് യൂട്ടിലൈസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമും ബാത്റൂമും എല്ലാതും. പിന്നെ ഇവിടെ ഇവിടെ ചെറിയൊരു ബാൽക്കണി, ഛഡ്ജ എന്നാണെങ്കിൽ പറയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ റൂമിലുള്ള പോലെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഛഡ്ജ എന്ന് പറഞ്ഞ ബാൽക്കണി. ഇവിടുന്നാണ് ഞാൻ പറയാറ്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉള്ള സൺറൈസ്. നമ്മൾ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് സൂര്യോദയവും നമുക്ക് മറ്റേ റൂമിൽ നിന്ന് അസ്തമയവും കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് രാവിലെ കറക്റ്റ് ടൈമിലൊക്കെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല സൂര്യോദയമൊക്കെ കണ്ട് ഇങ്ങനെ ചായ കുടിക്കാം. പക്ഷേ നമ്മൾ അടുക്കളയിലായതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് നമുക്ക് വ്യൂ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ വ്യൂ കാണാം. മറ്റേ റൂമിൽ നിന്നാകുമ്പോൾ നമുക്ക് പാർക്കാണ് കാണാനായിട്ട്. അപ്പോൾ നല്ല രസമാണ് ഇവിടെ. രാവിലെയൊക്കെ നല്ല രസമാണ് നീച്ചിങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളെല്ലാവരും ചോദിച്ച നമ്മുടെ റൂം ടൂർ. കാരണം ഈ റൂം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ ഓരോന്നായിട്ട് കാണിക്കാൻ പറ്റുമെന്ന്. സോ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, എൻ്റെ ഫേവറേറ്റ് റൂം ആയിട്ടുള്ള ഞങ്ങളുടെ ഫേവറേറ്റ് റൂം. അപ്പോൾ എന്താ പറയുക, ഇതിൽ വേറെയും 1-2 സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. ഇവിടെ റിമോട്ടും ഇതും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ മുകളിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ മൊബൈലായാലും റിമോട്ടിൻ്റെ ഫാനിൻ്റെ റിമോട്ടായാലും എസിയുടെ റിമോട്ടായാലും ഒക്കെ വെക്കാൻ വേണ്ടി ഒരു കുട്ടി സാധനം രമേശേട്ടൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് എവിടെ വേണമെങ്കിലും, റൂമിൽ നല്ല എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ കിച്ചണിലാണെങ്കിലും ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു റൂം ടൂർ എന്നുള്ളതിനേക്കാളും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് വാങ്ങിച്ചാൽ ഇത് നന്നാവും, വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ള ആ ഒരു ഇതും കൂടെ ആയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളെങ്കിലും ഇതിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ എല്ലാതും നമ്മൾ ഉണ്ടാക്കിക്കണം എന്നല്ലേ പറയില്ല, കുറേ ഓൺലൈനിലാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും റിനോവേറ്റ് ചെയ്യണമെങ്കിലോ ഇതിൻ്റെ ഉള്ളിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഐഡിയാസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളത് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയും. നിങ്ങളുടെ എല്ലാ കമൻറ്റും അഭിപ്രായവും ഒക്കെ നമ്മൾ എന്താ പറയുക കാണുന്നുണ്ട്. മെസ്സേജ് പറ്റാവുന്നതിനൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു കേട്ടോ. ബൈ.